ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ രണ്ടാം T20 മത്സരത്തിൽ 51 റൺസിന്റെ കൂറ്റൻ തോൽവി ഏറ്റുവാങ്ങിയതിന് പിന്നാലെ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് സ്വന്തം ടീമിന്റെ പ്രകടനത്തിൽ കുറ്റസമ്മതം നടത്തി. 214 റൺസ് എന്ന വിജയലക്ഷ്യം പിന്തുടരുമ്പോൾ ബാറ്റിംഗിൽ സംഭവിച്ച പിഴവുകളും ബൗളിംഗിലെ തന്ത്രപരമായ പാളിച്ചകളുമാണ് തോൽവിക്ക് പ്രധാന കാരണമെന്ന് മത്സരശേഷം നടന്ന സമ്മാനദാന ചടങ്ങിൽ അദ്ദേഹം തുറന്നു സമ്മതിച്ചു. ഈ കനത്ത തിരിച്ചടിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അടുത്ത മത്സരത്തിൽ കൂടുതൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ശ്രമിക്കുമെന്നും സൂര്യകുമാർ യാദവ് വ്യക്തമാക്കി. വിജയലക്ഷ്യം വലുതായിരുന്നതിനാൽ മികച്ച തുടക്കം അനിവാര്യമായിരുന്നുവെന്ന് സൂര്യകുമാർ യാദവ് ചൂണ്ടിക്കാട്ടി. ടോപ്പ് ഓർഡറിലെ പ്രധാന ബാറ്റ്സ്മാൻ എന്ന നിലയിൽ താനും യുവതാരം ശുഭ്മാൻ ഗില്ലും കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതായിരുന്നു. ഓപ്പണറായ അഭിഷേക് ശർമ്മയുടെ ബാറ്റിംഗ് ശൈലിയെ എല്ലായ്പ്പോഴും ആശ്രയിക്കാൻ കഴിയില്ലെന്നും ആക്രമോത്സുക ബാറ്റിംഗ് ശൈലി പിന്തുടരുന്ന അഭിഷേക് ഒരു ദിവസം നിറം മങ്ങിയാലും അതിൽ തെറ്റ് പറയാനാകില്ലെന്നും ക്യാപ്റ്റൻ നിരീക്ഷിച്ചു. അതുകൊണ്ട് തന്നെ സ്ഥിരതയാർന്ന പ്രകടനം നടത്തേണ്ട താനും ശുഭ്മാൻ ഗില്ലിനൊപ്പം മറ്റ് ബാറ്റ്സ്മാൻമാരും ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതുമായിരുന്നു. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ അതൊരു മികച്ച റൺസേഴ്സായി മാറുമായിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ ശുഭ്മാൻ ഗിൽ താൻ നേരിട്ട ആദ്യ പന്തിൽ തന്നെ പുറത്തായത് ടീമിന് കനത്ത പ്രഹരമായി മാറി. ഗില്ലിന്റെ വിക്കറ്റ് നഷ്ടപ്പെട്ടതോടെ സമ്മർദ്ദം പൂർണ്ണമായും ക്യാപ്റ്റന്റെ ചുമലിലായി. താൻ കുറച്ചുനേരം കൂടി ക്രീസിൽ നിന്ന് സ്കോർ ഉയർത്തണമെന്നായിരുന്നുവെന്ന് സൂര്യകുമാർ യാദവ് സ്വയം വിമർശിച്ചു. ആദ്യത്തെ വിക്കറ്റ് അതിവേഗം നഷ്ടമായതോടെ മധ്യനിരയെ താങ്ങി നിർത്തേണ്ട ഉത്തരവാദിത്തം തന്റേതായിരുന്നുവെന്നും അതിൽ താൻ പരാജയപ്പെട്ടുവെന്നും അദ്ദേഹം സമ്മതിച്ചു. ടീം സ്കോറിന് ആവശ്യമായ സംഭാവന നൽകാൻ തനിക്കും മറ്റ് പ്രമുഖ ബാറ്റ്സ്മാൻമാർക്കും കഴിയാതെ പോയതാണ് ഇത്രയും വലിയ മാർജിനുള്ള തോൽവിക്ക് വഴിവെച്ചത്. മത്സരത്തിൽ ടീം മാനേജ്മെന്റ് എടുത്ത ചില തന്ത്രപരമായ തീരുമാനങ്ങളെയും ക്യാപ്റ്റൻ വിശദീകരിച്ചു. അക്സർ പട്ടേലിനെ 3-ാം നമ്പറിൽ ബാറ്റിംഗിന് അയക്കാനുള്ള തീരുമാനത്തെ അദ്ദേഹം ന്യായീകരിച്ചു. അക്സർ പട്ടേലിനെ ടെസ്റ്റ് മത്സരങ്ങളിൽ ദീർഘമായ ഇന്നിംഗ്സുകൾ കളിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത്തരമൊരു നീണ്ട ഇന്നിംഗ്സ് T20 ഫോർമാറ്റിലും പ്രതീക്ഷിച്ചാണ് ഈ പരീക്ഷണം നടത്തിയത്. എന്നാൽ നിർഭാഗ്യവശാൽ ആ പ്ലാൻ പൂർണ്ണമായും ഫലപ്രദമായില്ല. അക്സർ നന്നായി ബാറ്റ് ചെയ്തെങ്കിലും ടീം പ്രതീക്ഷിച്ച രീതിയിൽ ഒരു വലിയ കൂട്ടുകെട്ട് പടുത്തുയർത്താൻ സാധിച്ചില്ല. ഈ പരീക്ഷണങ്ങൾ ചിലപ്പോൾ വിജയിക്കുകയും ചിലപ്പോൾ പരാജയപ്പെടുകയും ചെയ്യാം. എങ്കിലും ഈ തോൽവി ഒരു പാഠമായി ഉൾക്കൊള്ളുമെന്നും തന്ത്രങ്ങൾ മെച്ചപ്പെടുത്തി അടുത്ത മത്സരത്തിൽ ശക്തമായി തിരിച്ചുവരുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ബാറ്റിംഗിലെ പിഴവുകൾക്കൊപ്പം ബൗളിംഗ് പ്രകടനത്തെക്കുറിച്ചും സൂര്യകുമാർ യാദവ് വിലയിരുത്തി. ദക്ഷിണാഫ്രിക്കൻ ബാറ്റ്സ്മാൻമാരെ പിടിച്ചു നിർത്താൻ ഇന്ത്യൻ ബൗളർമാർക്ക് സാധിക്കാതെ പോയതാണ് അവർക്ക് 200 കടന്നുള്ള കൂറ്റൻ സ്കോർ നേടാൻ സഹായകമായത്. ഇത്തരം പിച്ചുകളിൽ പന്തെറിയുമ്പോൾ പിച്ചിന്റെ സ്വഭാവം തിരിച്ചറിഞ്ഞ് ലെങ്ത് ക്രമീകരിക്കുന്നതിന്റെ പ്രാധാന്യം തിരിച്ചറിയാൻ വൈകിപ്പോയതാണ് ബൗളർമാർക്ക് തിരിച്ചടിയായത്. ചെറുതായി മഞ്ഞുവീഴ്ച ഉണ്ടായിരുന്നെങ്കിലും അത് വലിയൊരു പ്രശ്നമായിരുന്നില്ലെന്നും അത് ടീമിന്റെ പ്രകടനത്തെ ബാധിച്ചില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബൗളിംഗിൽ ഒരു പ്ലാൻ ബി അനിവാര്യമായിരുന്നു. ബാറ്റ്സ്മാൻമാരുടെ ആഞ്ഞടിക്കലിനെതിരെ പ്രതിരോധം തീർക്കാൻ ബൗളർമാർക്ക് മറ്റൊരു തന്ത്രം ആവശ്യമായിരുന്നു. അതിൽ വന്ന വീഴ്ചകൾ ടീം ഗൗരവമായി കാണുമെന്നും അടുത്ത മത്സരത്തിനായി തയ്യാറെടുക്കുമ്പോൾ ഈ കാര്യങ്ങൾ പരിഗണിക്കുമെന്നും ക്യാപ്റ്റൻ പറഞ്ഞു. ടോസ് നേടിയ ശേഷം ആദ്യം ബൗൾ ചെയ്യാനുള്ള ക്യാപ്റ്റന്റെ തീരുമാനവും മത്സരശേഷം ചർച്ചാ വിഷയമായി. ദക്ഷിണാഫ്രിക്കയുടെ കൂറ്റൻ സ്കോറിംഗ് കണ്ടപ്പോൾ ടോസ് നേടിയ ശേഷം ആദ്യം ബാറ്റ് ചെയ്തിരുന്നെങ്കിൽ മതിയായിരുന്നുവെന്ന് തനിക്ക് തോന്നിപ്പോയെന്നും സൂര്യകുമാർ യാദവ് സമ്മതിച്ചു. രണ്ടാമത് ബാറ്റ് ചെയ്യുമ്പോൾ മഞ്ഞുവീഴ്ച മുതലെടുത്ത് റൺ ചേസിംഗ് എളുപ്പമാകാം എന്നായിരുന്നു തീരുമാനം. എന്നാൽ പ്രതീക്ഷിച്ചതിലും മികച്ച രീതിയിൽ ദക്ഷിണാഫ്രിക്കൻ ബാറ്റ്സ്മാൻമാർ ആഞ്ഞടിച്ചതോടെ ഈ കണക്കുകൂട്ടൽ പിഴച്ചു. മൊത്തത്തിൽ ഈ തോൽവിയിൽ നിന്നും നിരവധി പാഠങ്ങൾ പഠിക്കാനുണ്ടെന്ന് സൂര്യകുമാർ യാദവ് ഊന്നി പറഞ്ഞു. ടീം നേരിട്ട പ്രതിസന്ധികൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും അടുത്ത മത്സരത്തിന് മുൻപ് തെറ്റുകൾ തിരുത്തുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. തോൽവികളെ പരാജയങ്ങളായി കാണാതെ മെച്ചപ്പെടാനുള്ള അവസരങ്ങളായിട്ടാണ് കാണുന്നതെന്നും യുവതാരങ്ങൾ നിറഞ്ഞ ഈ ടീം ഇത്തരത്തിലുള്ള മത്സരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അനുഭവങ്ങളിലൂടെ കൂടുതൽ ശക്തരാകുമെന്നും ക്യാപ്റ്റൻ കൂട്ടിച്ചേർത്തു. മൂന്നാമത്തെയും അവസാനത്തെയും T20 മത്സരം നിർണായകമാണ്. ഈ തോൽവിയിൽ നിന്ന് അതിവേഗം കരകയറി മികച്ച പ്രകടനം പുറത്തെടുത്ത് പരമ്പരയിൽ തിരിച്ചുവരവ് നടത്താനൊരുങ്ങുന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യൻ ടീം.